ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാധന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടി അമ്പലത്തിൽ പോകുന്ന സമയത്താണ് അവിടേക്ക് രാജശ്രീ നന്ദിതയും കൂടി വരുന്നത്. മിത്രനെ കാണുമ്പോൾ തന്നെ രാജശ്രീ ഒരുപാട് പ്രാകുന്നുണ്ടെടി, നിന്റെ ചേട്ടനല്ലേടി അലോക്, അവന് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ബാലനോട് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ, അയ്യോ അങ്കിളെ എൻ്റെ ചേട്ടനാണ് എന്തൊക്കെ പറഞ്ഞു, ഈ പ്രശ്നത്തേക്ക് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞൂടെ, നീ അതൊന്നും ചെയ്തില്ലല്ലോ. എടി എന്തിനാടി ഞങ്ങളുടെ കുടുംബത്തിനെതിരെ നീ ഇങ്ങനെയൊക്കെ ചെയ്യണത്, നീ അവിടെ ജനിച്ചു വളർന്ന പെണ്ണല്ലേടി, നീ വലിയ പോലീസുകാരിയാവാൻ വേണ്ടി പോവല്ലേ, ഞാൻ നിന്നെ ശപിക്കുവാടി, നീ ഒരു കാലത്തും പോലീസുകാരി ആവില്ലടി എന്നൊക്കെ പറഞ്ഞ് ശപിച്ച് വിടുന്നുണ്ട് രാജശ്രീ. നന്ദിതക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. മീനാക്ഷി പറയണ്ട്, എൻ്റെ മിത്രേ, അവരുടെ ശാപം അവരുടെ തല തന്നെ വീഴും, അർഹതയില്ലാത്തൊരു ശപിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അവർക്ക് പോയി പണി നോക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി മിത്രയും കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ ധർമ്മനെ വേണ്ടിയിട്ട് കുറച്ച് കടകളൊക്കെ ചേട്ടന്മാരായിട്ടുള്ള അനന്തനും അച്യുതനും കൂടി നോക്കുക കേട്ടോ. ധർമ്മം പറഞ്ഞിട്ട്, വേണ്ട ഏട്ടന്മാരെ, ഞാൻ നിങ്ങളുടെ ബിസിനസ്സിനെ സഹായിച്ച് നിന്നോളാം എന്ന് പറയുമ്പോൾ അമ്മയും പറയണ്ടേടാ, നിനക്കും ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ വേണ്ടേ, നാളെ നിനക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ആവും, അപ്പൊ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഇത് നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് അമ്മയും പറയണം. അപ്പോൾ അച്യുതനും അനന്തനും കൂടി ഒരാളെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അതായത് ഈ കാര്യങ്ങളൊക്കെ കട ഒഴിവുകളും അതുപോലെ തന്നെ കട കണ്ടുപിടിക്കലും അതുപോലെ തന്നെ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പുള്ളിയാണ്. ആ പുള്ളിനെ പറഞ്ഞിട്ട് ഏൽപ്പിക്കണം, നല്ലൊരു കട എവിടെ കണ്ടാലും ഞങ്ങളെ വിളിച്ച് വിവരം അറിയിക്കണം, ഞങ്ങൾ അത് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാമനാണെങ്കിൽ ആകെ ടെൻഷൻ ആവാട്ടോ, ഈശ്വര ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ കാര്യം ആൾക്ക് താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു കട തുടങ്ങാന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചിക്കും അളിയനും അത് ഭയങ്കര വിഷമമല്ലോ എന്നൊക്കെ ധർമ്മൻ ആലോചിക്കുന്നുണ്ട്. അച്യുതൻ പറയണ്ടേ, എടാ ധർമ്മ, നീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണതേ, നീ കട തുടങ്ങാൻ പോകുന്നത് കേട്ടപ്പോഴേ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആരെന്നറിയോ, സുകന്യ. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്, അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എടാ നിന്റെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകണ്ടേ, അതിന് നീ തന്നെ വിചാരിക്കണ്ടേ, നീ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, എല്ലാം നിന്റെ ചേട്ടന്മാരായിട്ടുള്ള ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പൊ ആ ഒരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പൊ ഇനി കാണിക്കാൻ വേണ്ടി പോണത് ധർമ്മന് വേണ്ടിയിട്ട് ഒരു കട നോക്കാൻ വേണ്ടിയിട്ട് അച്യുതനും അനന്തനും കൂടി കുറെ സ്ഥലത്ത് നിന്ന് നോക്കുന്നുണ്ട്. ഒരുപാട് കടകൾ ഒഴിവുള്ള കടകളുണ്ട് കേട്ടോ. ആ പുള്ളിക്കാരൻ പോയിട്ട് ഓരോരോ കടകളിനെ കാണിക്കുമ്പോൾ ഇത് പോരാ, ഇതേ മെയിൻ റോട്ടിലേക്ക് വരുമ്പോൾ ആൾക്കാർ ശ്രദ്ധ പിടിക്കപ്പെടുന്നില്ല, അപ്പുറത്ത് നോക്കാം, കുറച്ച് അങ്ങോട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ മുൻപിലായിട്ട് ഒരു കട ഒഴിയാൻ പോവാണെന്ന രീതിയിൽ ഒരു ന്യൂസ് നമ്മുടെ അച്യുതന്റെ ചെവിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് തമിഴിലെ ഭാഗമായിട്ടോ പറയണത്. അപ്പൊ അച്യുതൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ കടയിലെ ഓണറെ പോയി കാണണം. നിങ്ങൾ ഈ കട ഒഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചെറിയൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഒഴിയാന്ന് വിചാരിച്ചിട്ടില്ല. അല്ല, നിങ്ങളിത് ഒഴിയുകയാണെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പൈസ തന്നിട്ട് ഈ കട ഞാൻ എടുത്തോളാം. അല്ല, നിങ്ങൾ എന്തുകൊണ്ട് ഈ കട ഒഴിയണത്? ഓ അതൊന്നും പറയണ്ട, ഇവിടെ വലിയ കച്ചവടമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ. ഇപ്പൊ എല്ലാവർക്കും ഓൺലൈൻ ആണല്ലോ സാധനങ്ങളൊക്കെ എടുക്കലും വരലും ഒക്കെ. ഇത് പിന്നെ ചായക്കടയായിട്ട് ആൾക്കാർക്ക് ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല, ഇപ്പൊ കുറെ ഓൺലൈൻ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ വന്ന് പഴയ പോലെ ആൾക്കാർ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല ഏട്ടാ. നിങ്ങളുടെ ഒരു ഹോട്ടലല്ലേ, നിങ്ങൾക്ക് വേറെ സിറ്റിയിൽ എവിടെയെങ്കിലും നോക്കിക്കൂടെ, ഇത് ഞങ്ങൾക്ക് തരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര ലക്ഷം രൂപ പ്രതീക്ഷിക്കണത്? ഇതെന്റെ സ്വന്തം കട തന്നെയാണ്, ഇതെന്റെ സ്വന്തം സ്ഥലത്തുള്ള സംഭവമാണ്, പിന്നെ ഒരു 2 സെന്റിലായോണ്ട് വലിയ പൈസയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും ഒരു ന്യായമായിട്ടുള്ള തുക ഞാൻ പറയാം, അത് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കട ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് അച്ഛനോട് ആ പുള്ളിക്കാരൻ പറയാണ്. ശരി, നിങ്ങൾ എത്രയാ ഉദ്ദേശിക്കണതെന്ന് ചോദിക്കുമ്പോൾ വെറും 25 ലക്ഷം രൂപ എന്ന് പറയാണ്. ഈ 2 സെന്റ് ഒരു ചെറിയൊരു ഓലമേനിന ഈ ഒരു കടക്ക് 25 ലക്ഷം രൂപയെ? ചേട്ടാ അത് കുറച്ച് കൂടുതലാട്ടോ, ഇവിടെ സെന്റിന് 10 ലക്ഷം രൂപ പോലും ഇല്ല, 8 ലക്ഷം 7 ലക്ഷം രൂപ സെന്റ് കിട്ടും, എന്നിട്ട് ഈ 2 സെന്റിന് വെറും ഇത്രയും രൂപ എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ് ചേട്ടാ എന്ന് പറയുമ്പോഴേക്കും, നിങ്ങൾക്ക് അത് തരാൻ പറ്റുമെങ്കിൽ നാളെ ഞാൻ കട ഒഴിച്ച് താക്കോൽ നിങ്ങൾക്ക് തരാം. അപ്പൊ അച്യുതനെ നമ്മുടെ ബാലനെ തോൽപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, കാരണം അവിടെ ആ കടയെ നോക്കിയാൽ ബാലന്റെ ഗോമതി സ്റ്റോഴ്സ് കാണാം. ശരി, 25 ലക്ഷമെങ്കിൽ 25 ലക്ഷം ഞാൻ നാളെ തന്നെ തരാം, ടോക്കൺ അഡ്വാൻസ് തരാമെന്ന് പറയണം. അന്ത്യ ശരി, നാളെ തന്നെ നമുക്ക് എഗ്രിമെന്റും കാര്യങ്ങളും എഴുതുന്ന ആ പുള്ളിയും പറയുന്നുണ്ട്. ശേഷം അച്യുതന്റെ വീട്ടിൽ വന്നിട്ട് അനന്തനോട് പറയണേട്ടാ, ഞാനൊരു കട കണ്ടുവച്ചിട്ടുണ്ട്, സൂപ്പർ കടയാണ്, സിറ്റിയുടെ സൈഡിൽ തന്നെയാണ്, നമുക്ക് പലചരക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വിറ്റ് പോകുന്ന ഒരു സ്ഥലമാണെന്ന് പറയണേ. അപ്പൊ പലചരക്ക് കടയാണ് തുടങ്ങാൻ വേണ്ടി നീ തീരുമാനിച്ചോ? അവൻ അതല്ലായിട്ട് അറിയാവുന്നത്, ഇത്ര നാൾ ഗോമതി സ്റ്റോഴ്സിൽ നിന്നവനല്ലേ, പലചരക്ക് കാര്യങ്ങളൊക്കെ അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ പലചരക്ക് കട തന്നെ തുടങ്ങട്ടെ, ഒരു ചെറിയൊരു ഷോപ്പിംഗ് മോൾ പോലത്തെ ഒരു പലചരക്ക് കട. അല്ല, എത്ര സെന്റിലട സ്ഥലം? 2 സെന്റേ ഉള്ളൂ. 2 സെന്റിലൊക്കെ എങ്ങനെയാടാ ഒരു വലിയ പലചരക്ക് കട വെക്കണത്? ഏട്ടാ ചെറിയൊരു സൗകര്യക്കുറവുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഏരിയയാണ്. അല്ല, ഏതാ സ്ഥലം? ഏട്ടാ സ്ഥലം പറഞ്ഞാൽ ഏട്ടൻ ഞെട്ടും, നീ സ്ഥലം ഏതാന്ന് പറയടാ. നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന് മുമ്പിൽ ഒരു ചായക്കടയില്ലേ, നമ്മുടെ ഗോപാലേട്ടന്റെ ചായക്കട, അത് തന്നെ. അതോ? ആ കടകൾ ഒഴിഞ്ഞോ? ഒഴിയാൻ പോവാണ്, അതിനാ റൊക്കം പൈസക്ക് മേടിക്കാൻ തീരുമാനിച്ചു.
അയാൾ പറഞ്ഞത് എന്ന് അനന്ത് ചോദിക്കുമ്പോ 25 ലക്ഷം നിനക്ക് ഇതില്ലടാ, ആ സ്ഥലത്തിന് 10 ലക്ഷം പോലും കിട്ടില്ല, 2 സെന്റ് സ്ഥലത്തിന്, നീ ഇതിന് 25 ലക്ഷം രൂപ പറഞ്ഞത്. ഏട്ടാ നമുക്ക് പൈസ അല്ല, ആ സ്ഥലമാണ് പ്രധാനം. നോക്ക്, അവിടെ നല്ലൊരു കട, നല്ല വിലക്കുറവിലൊരു കട വരുവാണെങ്കിൽ നമ്മുടെ ബാലന്റെ കട അതോടെ പൂട്ടും, ഗോമതി സ്റ്റോഴ്സ് പൂട്ടും. എടാ ഗോമതി സ്റ്റോഴ്സ് അവിടെ വരുമാനമല്ലേ, അവിടെ വരുമാനം നിലച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ടടാ. ഏട്ടനപ്പോ അവരോട് ദേഷ്യമൊന്നും ഇല്ലല്ലേ, മുമ്പുണ്ടായിരുന്ന പകയൊക്കെ അലുത്തു പോയല്ലേ. ഏടാ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ, വേണ്ട ഏട്ടാ എനിക്കെല്ലാം മനസ്സിലായി, ഏട്ടൻ അങ്ങനെയൊക്കെയാണെങ്കിൽ ശരി ആയിക്കോ, ഇനി ഈ അനിയനെ ഏട്ടനെ ആലോചിക്കണ്ട, ഈ അനിയൻ ഇല്ലെന്ന് ഇങ്ങോട്ട് വിചാരിച്ചോ. എടാ നീ അങ്ങനെ പറയല്ലേ, ശരി അന്ന് അയാളത്തെ ഒരു 20 ലക്ഷം പറ, നാം എന്തെങ്കിലും ആവട്ടെ നമുക്ക് ആ കട വാങ്ങാം എന്ന് പറയാണ്. ഏട്ടാ അവിടെ സെന്റിന് 8 ലക്ഷം രൂപകളുണ്ട്, ഞാൻ അന്വേഷിച്ചു, പിന്നെ ആ കടയുണ്ടല്ലോ ഏട്ടാ, പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏട്ടാ, കിണർ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ, അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമുക്കിത് വലിയ നഷ്ടമൊന്നും ഇല്ല ഏട്ടാ, ഒരു 5-6 ലക്ഷം രൂപ നഷ്ടമാണ്, അത് പോട്ടേന്ന് വെക്കാം, നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ടല്ലേ, ശരി എങ്കിൽ നാളെ തന്നെ പോയി എഗ്രിമെന്റ് എഴുതാം എന്ന് പറയണം. ആനന്ദനും അച്യുതനും രാവിലെ തന്നെ പോയിട്ട് എഗ്രിമെന്റും കാര്യങ്ങളും ടോക്കൺ അഡ്വാൻസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ധർമ്മനെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ധർമ്മനെയും കൂട്ടിക്കൊണ്ട് പോകുകയാണ്. അച്യുതനും അനന്തനും കൂടിയിട്ട് ഒരു പ്ലോട്ട് കണ്ടുവച്ചിട്ടുണ്ട് നിനക്ക് കട തുടങ്ങാനായിട്ട്. ഇതെങ്ങോട്ടേക്ക് പോണത്, നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ സ്ഥലമല്ലേ, ആ ഭാഗമല്ലേ ചോദിക്കുമ്പോഴേക്കും അതെ ഇവിടെ തന്നെ ആ സ്ഥലം കണ്ടുവച്ചേക്കണത് എന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്താണ്. വണ്ടി നിർത്തുമ്പോൾ നമ്മുടെ ബാലനും ദേവിയൊക്കെ കടയിലുണ്ട് കേട്ടോ. അവര് വേഗം പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മുടെ ധർമ്മം വരുമ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല കേട്ടോ. ധർമ്മന നല്ല വിഷമമുണ്ട്. ധർമ്മൻ ചോദിക്കുന്നത് എന്തിനേട്ടാ ഇവിടെ വന്ന് വണ്ടി നിർത്തിയത്, എടാ ഇതാണ് നിനക്ക് കട തുടങ്ങാൻ പോണ സ്ഥലം. ഏത് ഈ ചായക്കടയിൽ നിന്ന സ്ഥലമോ, അതെ ഇത് തന്നെ. ഏട്ടാ എനിക്ക് ഈ സ്ഥലം വേണ്ട എന്ന് പറയണേ. എടാ ഇവിടെ നല്ല കച്ചവടം നടക്കൂടാ, ഓൾറെഡി അവിടെ 2-3 കടയുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇവിടെ നിനക്ക് എന്തായാലും കച്ചവടം കിട്ടും. ഇവിടെ ഞങ്ങളൊരു മിനി സൂപ്പർ മാർക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്. വേണ്ട ഏട്ടാ ഇത് ശരിയാവില്ല, ഏട്ടന്മാർ കട തുടങ്ങുക എന്തായാലും ചെയ്തോ, ഈ കട എനിക്ക് വേണ്ട വെച്ചാൽ വേണ്ട. അതെങ്ങനെ ശരിയാവും, എടാ നിന്റെ പേരിലാണ് കട തുടങ്ങണത്, പിന്നെ നിന്റെ പേരാണ് കടക്ക്, ധർമ്മൻ സ്റ്റോഴ്സ്. ധർമ്മൻ സ്റ്റോഴ്സോ, അതെ ധർമ്മൻ സ്റ്റോഴ്സ്. ആദ്യം സുകന്യ സ്റ്റോർ എന്നായിട്ടത്, അവൾക്ക് പരാതി വേണ്ട വെച്ചിട്ട്, പിന്നെ വിചാരിച്ചു നിന്റെ പേരിലൊരു കട, അത് നിന്റെ പേരിലല്ലേ വേണ്ടത്, അപ്പുറത്ത് ഗോമതി സ്റ്റോഴ്സ്, ഗോമതിയുടെ പേരിലാണ് സ്ഥലവും കടയും, അതുകൊണ്ട് ഗോമതി സ്റ്റോഴ്സ്. ഇപ്പൊ ഈ കട നിന്റെ പേരിലാണ് സ്ഥലവും അതുപോലെ തന്നെ അഗ്രിമെന്റ് ഒക്കെ എഴുതുന്നത് നിന്റെ പേരിലാണ്, അപ്പൊ അതുകൊണ്ട് ഇത് ധർമ്മൻ സ്റ്റോഴ്സ് എന്ന് പറയാണ്. പിന്നെ ആദ്യത്തെ 2 മാസം കസ്റ്റമേഴ്സിന് 1000 രൂപക്ക് പർച്ചേസ് ചെയ്ത ഒരു ഗിഫ്റ്റ്, 500 ഒക്കെ പർച്ചേസ് ചെയ്ത ഒരു ഗിഫ്റ്റ്, 2000 രൂപക്ക് പർച്ചേസ് ചെയ്ത അടുത്ത ഗിഫ്റ്റ്, പിന്നെ എന്തെടുത്താലും അതിൽ 5%, 2%, 3% എന്നൊക്കെ ഡിസ്കൗണ്ട് വേറെ എന്നൊക്കെ പറയണം. അത് ഗോമതി സ്റ്റോഴ്സിന് തകർക്കാൻ മാത്രമാണ് അവരുടെ ഉദ്ദേശം കേട്ടോ. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ധർമ്മൻ സ്റ്റോഴ്സ് തുടങ്ങാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ മലയാളത്തിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴേക്കും ബാലന് ഭയങ്കര സങ്കടമാവും കേട്ടോ, വേറൊന്നുമല്ല. ഈ ധർമ്മൻ സ്റ്റോഴ്സ് വരുമ്പോൾ എന്തായാലും ഗോമതി സ്റ്റോഴ്സ് താഴേക്ക് പോകും, അവിടെ കച്ചവടം നിലക്കും, അത് ഉറപ്പാണ്. പിന്നെ ആ കച്ചവടം ഡെവലപ്പ് ആക്കാണ്ട് മീനാക്ഷിയും ഇത്ര ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ എത്തിക്കാന്ന്. പിന്നെ അതേ രീതിയിലാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ സാന്ത്വനം ഫസ്റ്റിൽ കാണിച്ചില്ലേ, സെയിം സെറ്റപ്പ് പോലത്തെ ഒരു സംഭവം തന്നെയാണ്, അത് തമിഴിലും ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.